പെരിയാർ മത്സ്യക്കുരുതിയിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടെന്ന് മന്ത്രി പി രാജീവ്. പാതാളം ബണ്ട് റെഗുലേറ്റർ തുറക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കും. ഏലൂർ പാതാള മേഖലയിലെ ദുർഗന്ധം ഒഴിവാക്കാൻ കമ്പനികൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മന്ത്രി പി രാജീവ് കൂട്ടിച്ചേർത്തു. ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, പെരിയാറിനെ മലിനമാക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ അനുവദിക്കാനാകില്ലെന്നാണ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സബ് കളക്ടറുടെ റിപ്പോർട്ട് ശനിയാഴ്ചയായിരിക്കും ലഭിക്കുക. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് അന്വേഷണങ്ങൾ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട്. നദീ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കാൻ എന്ന കാര്യം, കാരണം നദികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നദീ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുന്ന കാര്യം സജീവമായി ആലോചനയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന കാര്യവും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. പെരിയാർ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ വേണമെന്നതാണ് തന്റെയും സർക്കാരിന്റെയും എല്ലാം ആവശ്യം എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത്തരത്തിലൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. പാതാളം ബണ്ട് റെഗുലേറ്റർ തുറക്കാൻ പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കും. കാരണം ഇത്തരത്തിൽ ബണ്ട് തുറന്നതാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ തന്നെ ജലസേചന വകുപ്പ് മുൻകൂട്ടി അറിയിക്കാതെയാണ് ഷട്ടറുകൾ തുറന്നത് എന്ന ഒരു ആരോപണവും അവർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഈ കെമിക്കലാണോ ജൈവമാണോ മലിനീകരണത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായി തന്നെയുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഏലൂർ പാതാളം മേഖലയിലെ ദുർഗന്ധം ഒഴിവാക്കാൻ കമ്പനികൾ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന കാര്യവും മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സംബന്ധിച്ച് കർശനമായ പരിശോധനകൾ നടത്തും. നേരത്തെ തന്നെ നിരവധി കമ്പനികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അങ്ങനെ ആ കമ്പനികൾ പുറത്തുവിട്ട രാസമാലിന്യങ്ങളാണ് നിലവിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോകുന്നതിന് ഇടവരുത്തിയത് പെരിയാറിൽ എന്ന കാര്യവും പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യവസായ മന്ത്രിയുടെ വിശദീകരണം. വിഷ്ണു, ജിജീഷ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ ഒരു മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഇതേപോലെ അല്ലെങ്കിൽ മത്സ്യ കർഷകർ തന്നെ ആശങ്കപ്പെടുന്നത് ഇതാണ്. ഈ ഒരു അന്വേഷണങ്ങളൊക്കെ തന്നെയും പേരിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളൊരു കാര്യമാണ് അവരുടെ ഒരു ആശങ്ക. അങ്ങനെയെങ്കിൽ മന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ നിർദ്ദേശങ്ങളോടൊക്കെ തന്നെയും മത്സ്യ കർഷകരുടെ ഒരു പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മത്സ്യ കർഷകർ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ തന്നെ വേണം. ഇത് തുറക്കുന്ന കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ വേണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആ കാര്യത്തിൽ ഒരു മേൽനോട്ടം വഹിക്കണം. മാത്രമല്ല, ഈ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ കൃത്യമായ പരിശോധനകൾ നടത്തണം. ആവർത്തിച്ചുള്ള പരിശോധനകളിലൂടെ തന്നെയാണ് ഇത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും വലിയ അളവിൽ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നുണ്ട് എങ്കിലും അത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും അത് പുറമേക്ക് അറിയുകയും ചെയ്യുന്ന തോതിൽ വലിയ അളവിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ചർച്ചയാകുന്നത്. എന്നാൽ മത്സ്യ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരത്തില് എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി തവണകളിലായി പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിന്റെ ഫലമായി വലിയ തോതിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലും സമാനമായ സാഹചര്യങ്ങളും സമാനമായ സംഭവങ്ങളും ആവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മന്ത്രി ഇത്തരത്തിൽ നടപടികൾ അല്ലെങ്കിൽ കർശനമായി തന്നെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പ്രോട്ടോകോൾ തയ്യാറാക്കും ബണ്ട് തുറക്കാൻ എന്ന കാര്യവും ഒപ്പം തന്നെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നതിനേക്ക് തന്നെ സ്വാഭാവികമായും അവർക്ക് സ്വാഗതകരമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിൽ എത്രമാത്രം കാര്യങ്ങൾ നടപ്പിലാക്കും ആർജവത്തോടെ സർക്കാർ എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നോക്കിക്കാണേണ്ട വസ്തുത. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.